പത്തനംതിട്ടയിൽ ഇന്ന് മിന്നൽ പ്രളയത്തിന് സാധ്യതയെന്ന് മന്ത്രി പി.സി. വിഷ്ണുനാഥ് അറിയിച്ചു. നദീതീരങ്ങളിലോ താഴ്ന്ന പ്രദേശങ്ങളിലോ ഉള്ളവർ മാറി താമസിക്കണമെന്ന് മന്ത്രി വ്യക്തമാക്കി. ആറന്മുള മേഖലയിൽ കനത്ത മഴയാണ് ഇന്ന് പെയ്തിറങ്ങിയത്. പമ്പാ നദി കരകവിഞ്ഞതോടെ നിരവധി വീടുകളും കടമുറികളും വെള്ളത്തിൽ മുങ്ങി. അതേസമയം ശബരിമല വനമേഖലയിൽ കനത്ത മഴ തുടരുകയാണ്. ഒടുവിൽ ലഭിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പ്രകാരം ഇന്നു രാത്രി അതിതീവ്ര മഴ, മിന്നൽ പ്രളയം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പത്തനംതിട്ടയ്ക്കായി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. പത്തനംതിട്ട ജില്ലയിൽ വീണ്ടും ഒരു അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകുകയാണ്. മിന്നൽ പ്രളയം വീണ്ടും ഉണ്ടാകുമെന്നാണ് മന്ത്രി പി.സി. വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കാലാവസ്ഥാ വകുപ്പും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാവുന്നതുപോലെ തന്നെ റാന്നി നഗരമാകെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയായിരുന്നു. അതിനു മുമ്പ് ഒരു 24 മണിക്കൂറിനുള്ളിൽ 361 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. എന്നാൽ അതിനുശേഷം മഴയുടെ തോത് വളരെ രീതിയിൽ കുറഞ്ഞിരുന്നു. 8 മില്ലിമീറ്റർ അല്ലെങ്കിൽ 6 മില്ലിമീറ്റർ ഒക്കെ രീതിയിലേക്ക് കുറഞ്ഞിരുന്നു. പക്ഷേ വീണ്ടും ഇന്ന് രാത്രിയിൽ ഒരു 6 മണിക്കൂർ നേരത്തേക്ക് വീണ്ടും വലിയൊരു രീതിയിലുള്ള മഴ മുന്നറിയിപ്പ് നൽകുകയാണ്. നാളെ പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ അവധി നൽകിയിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെ ഒന്നും തന്നെ, പരിശീലന കേന്ദ്രങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിക്കരുത് എന്നാണ് കർശന നിയന്ത്രണം നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു മഴ പെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പമ്പയുടെ തീരത്ത് ഉള്ള റാന്നി മേഖലയിൽ തന്നെയാണ്. റാന്നിയിൽ വെള്ളം കയറും. അതിനുശേഷം ആറന്മുളയിലേക്ക് എത്തും. ആറന്മുളയിൽ നിന്ന് പിന്നീട് വരിക അപ്പർ കുട്ടനാടൻ മേഖലയായ ചെങ്ങന്നൂർ, തിരുവല്ല, അതുപോലെ തന്നെ നിരണം മേഖലകളിലേക്കാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ മുന്നറിയിപ്പായിട്ട് നൽകുന്നുണ്ട്. നിലവിൽ നമുക്കറിയാം റാന്നിയിൽ കഴിഞ്ഞ ദിവസം ഒരു ദിവസം മൊത്തം വെള്ളം കെട്ടി നിൽക്കുകയായിരുന്നു. ആ വെള്ളം ശമിച്ചതിന് ശേഷം അവിടെ ഒരു ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് രാവിലെ മുതൽ നടന്നിരുന്നു. ആ പ്രദേശങ്ങളിലെ വീടുകളിലും കടകളിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ആ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വലിയ തോതിലുള്ള മഴ മുന്നറിയിപ്പ് വീണ്ടും വരുന്നത്. അപ്പോൾ നദീ തീരങ്ങളിലും അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ പൂർണ്ണമായിട്ടും ക്യാമ്പുകളിലേക്ക്, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കണമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രളയ സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിനുള്ള മുൻകരുതലുകളും പൂർണ്ണമായിട്ടും എടുത്തിട്ടുണ്ടെന്നും അറിയിക്കുന്നുണ്ട്.